സഞ്ജു സാംസനെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഇതോടെ വിരാമമാവുകയാണ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് IPL ടീമായ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിൽ ചേക്കേറും എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അതിന് വഴിമരുന്നിട്ടുകൊടുത്തത് ഏറെക്കുറെ സഞ്ജു സാംസൺ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്നപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇതിലൊരു സ്ഥിരീകരണം നേരിട്ട് മാധ്യമപ്രവർത്തകർ സഞ്ജു സാംസണോട് ചോദിച്ചിരുന്നു. ഇത്തരത്തിൽ CSKയിലോട്ട് സഞ്ജു പോകുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച്. എന്നാൽ ആ വാർത്ത നിഷേധിക്കാൻ സഞ്ജു സാംസൺ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ കാരണം. അത് സംബന്ധിച്ച് ഒന്നും പറയാനില്ല എന്ന് മാത്രമായിരുന്നു സഞ്ജു പ്രതികരിച്ചത്. രാജസ്ഥാൻ റോയൽസിൽ ഏതാണ്ട് 2013 മുതൽ രാജസ്ഥാൻ റോയൽസിനെ ഏതാണ്ട് ആ ടീം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചു എന്ന് രാജസ്ഥാൻ റോയൽസ് തന്നെ വിലയിരുത്തുന്ന ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ. അത്തരത്തിൽ വലിയൊരു ആത്മബന്ധമുള്ള രാജസ്ഥാൻ റോയൽസിൽ താൻ തുടരും എന്ന അസന്നിഗ്ധമായി പ്രഖ്യാപിക്കേണ്ട സഞ്ജു സാംസൺ പക്ഷേ അത് സംബന്ധിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതോടെ ഈ അഭ്യൂഹങ്ങൾ ബലപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ടീം അധികൃതർ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. സഞ്ജു സാംസൺ എന്നല്ല, ഒരു ടീം അംഗത്തെ പോലും ട്രേഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് അവർ വ്യക്തമാക്കുന്നത്. 2026 IPL സീസൺ വലിയ കാലതാമസമില്ലാണ്ട് ഉടനെ തന്നെ ഉണ്ടാകും. അതിനു മുൻപായി ഒരു മിനി ഓപ്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മുമ്പായിട്ടാണ് മിനി ഓപ്ഷന് മുമ്പായിട്ടാണ് ഈ ട്രേഡ് എന്ന് പറയുന്ന ട്രേഡ് വിൻഡോകൾ ഉള്ളത്. അതായത് ടീമുകൾക്ക് പരസ്പരം അവരുടെ താരങ്ങളെ വെച്ചുമാറാൻ ചിലപ്പോൾ അതിൽ ചില ധനപരമായ ഇടപാടുകളും ഉണ്ടാകും. അത്തരത്തിൽ വെച്ചുമാറാനുള്ള അവസരമാണ് ട്രേഡ് വിൻഡോ ഒരുക്കുന്നത്. സഞ്ജു സാംസനെ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാവുന്നതുപോലെ രാജസ്ഥാൻ റോയൽസ് 18 കോടി രൂപ മുടക്കിയാണ് ടീമിൽ നിലനിർത്തിയത്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സും ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജുവിനെ നോട്ടമിട്ടിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കാനാണ് സഞ്ജുവിനുള്ള താല്പര്യം എന്നുള്ള വാർത്തകൾ ഇരിക്കെ ചെന്നൈ തന്നെ അതിലെടുക്കാമെന്ന് തീരുമാനിച്ചാൽ അവർ സഞ്ജുവിന് പകരം മറ്റൊരു താരത്തെ കൊടുക്കണം. ഈ 18 കോടിക്ക് തുല്യമായ മൂല്യമുള്ള താരങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിലവിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ചെന്നൈ അങ്ങോട്ട് കൈമാറാൻ താല്പര്യപ്പെടുന്ന താരങ്ങൾക്ക് 18 കോടി മൂല്യമില്ലാത്ത സാഹചര്യത്തിൽ ബാക്കിയുള്ള തുക കൂടി ഒരു താരത്തെയോ ഒന്നിലധികം താരത്തെയോ കൊടുത്ത് ബാക്കി തുക കൂടി രാജസ്ഥാൻ റോയൽസിന് കൊടുക്കണം എന്നുള്ളതായിരിക്കും ഈ ട്രേഡിൻ്റെ വ്യവസ്ഥ. പക്ഷേ അത്തരത്തിലൊരു സാധ്യത ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് തള്ളിക്കളയുകയാണ്. അവർ പറയുന്നത് സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ല. അദ്ദേഹം ടീമിൽ തുടരും. അദ്ദേഹം ടീമിൻ്റെ നിർണായക സ്ഥാനത്ത് നിർണായക അവിഭാജ്യ ഘടകമായി തുടരും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാവുന്നതുപോലെ സഞ്ജുവിന് അത്ര ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്ന ഒരു സീസണാണ് അത്. ഈ IPL സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന പര്യടനത്തിൽ ആ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ കൈവിരലിന് പരിക്കേറ്റിരുന്നു. തുടർന്ന് IPLൽ ഏതാണ്ട് തുടക്കത്തിലെ ആദ്യ 3 മത്സരങ്ങളിൽ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് മാത്രമാണ്, വിക്കറ്റ് കീപ്പറായിട്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇമ്പാക്റ്റ് പ്ലെയറായ ഒരു ബാറ്ററായിട്ടാണ് അദ്ദേഹം ടീമിൽ കളിച്ചത്. പിന്നീട് ഏതാണ്ട് 9 മത്സരങ്ങളിൽ അദ്ദേഹം ടീമിന് വേണ്ടി കളിച്ചെങ്കിലും ഇടയ്ക്ക് വീണ്ടും പരിക്ക് വേട്ടയാടി. അങ്ങനെ 9 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് കളത്തിലിറങ്ങാൻ പറ്റിയത്. ആകെ 285 റൺസ് മാത്രമാണ് 9 ഇന്നിങ്സിൽ നിന്ന് നേടാൻ പറ്റിയത്. ഒരു അർദ്ധ സെഞ്ചുറിയും നേടാനായി. അപ്പോൾ ഒരു ഭേദപ്പെട്ട ഒരു സീസൺ, ഒരു മികച്ച ഒരു സീസൺ ആയിരുന്നില്ല. ഏതാണ്ട് ഭേദപ്പെട്ട പ്രകടനം നടത്തി എന്നുള്ളതാണ് കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് എടുത്തു പറയാനുള്ളത്. പക്ഷേ അതേസമയം തന്നെ സഞ്ജുവിൻ്റെ ഓപ്പണർ റോളിൽ, സഞ്ജു നിലവിൽ അന്താരാഷ്ട്ര 2020കളിൽ ഓപ്പണറായിട്ടാണ് ഇറങ്ങുന്നത്. രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹം ഓപ്പണറായിട്ട് തന്നെയാണ് ഈ സീസൺ തുടങ്ങിയത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പരിക്ക് മൂലം പിന്മാറേണ്ടി വന്നപ്പോൾ വൈഭവ് സൂര്യവംശി എന്ന 14-കാരന് വേണ്ടി തൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് മാറിക്കൊടുക്കേണ്ടി വന്നു. അപ്പോൾ വൈഭവ് സൂര്യവംശി എല്ലാവരെയും ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു. വെറും 14 വയസ്സുകാരൻ 35 പന്തിൽ നിന്ന് സെഞ്ചുറി നേടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതും ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ അത്തരത്തിൽ തൻ്റെ ഓപ്പണർ എന്ന റോള് അതിന് മറ്റൊരാൾ അവകാശവാദം ഉന്നയിക്കുന്നു. ക്യാപ്റ്റൻസിയിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും ചോദ്യം ചെയ്യപ്പെടുന്നു. റയാൻ പരാഗ് തരക്കേടില്ലാത്ത രീതിയിൽ കഴിഞ്ഞ സീസണിൽ സഞ്ജുവിൻ്റെ അഭാവത്തിൽ ക്യാപ്റ്റൻസി റോൾ കൈകാര്യം ചെയ്തു എന്ന വിലയിരുത്തൽ ടീം മാനേജ്മെൻറ്റിനുണ്ട്. ഏറ്റവും നിർണായക സംഗതി, ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ടീമിൻ്റെ മുഖ്യ പരിശീലകനായ രാഹുൽ ദ്രാവിഡും സഞ്ജുവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു.
കൃത്യമായി പറഞ്ഞാൽ ടീമിൻ്റെ ലേലത്തിൽ സഞ്ജു നിർദ്ദേശിച്ച പല താരങ്ങളെയും, കൃത്യമായി പറഞ്ഞാൽ അത് ജോസ് ബട്ട്ലറെയും അതേപോലെ യുസ്വേന്ദ്ര ചാഹലിനെ അടക്കം ടീമിൽ നിലനിർത്തുന്നതിൽ സഞ്ജുവിൻ്റെ അഭിപ്രായങ്ങൾ വില കൊടുക്കാത്ത രീതിയിൽ ടീം മാനേജ്മെൻറ്റ് പ്രതികരിക്കുകയും ലേലത്തിൽ ഇവരെ രണ്ടുപേരെയും നിലനിർത്താൻ അല്ലെങ്കിൽ ടീമിൽ ഉറപ്പിക്കാൻ ടീം മാനേജ്മെൻറ്റിന് സാധിച്ചു. അതിന് പ്രധാന കാരണം നേരത്തെ തന്നെ റീടെൻഷനുകൾ, ടീമിൽ നിലനിർത്തേണ്ട കുറേ താരങ്ങളെ, ഇപ്പോൾ ധ്രുവ് ജുറേലിനെ പോലെയുള്ള താരങ്ങൾക്കൊക്കെ അമിതമായ വില കൊടുത്ത് ടീമിൽ നിലനിർത്തി. അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. അപ്പോൾ ലേലത്തിൽ അവർക്ക് വിചാരിച്ച രീതിയിൽ പണം ഇറക്കാൻ പറ്റിയില്ല. അത്തരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടീം മാനേജ്മെൻറ്റും കൃത്യമായി രാഹുൽ ദ്രാവിഡുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഞ്ജുവിന് കഴിഞ്ഞ സീസണിൽ ഉണ്ടായി എന്നുള്ള വാർത്തകളും വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് സഞ്ജു ഈ സീസണിൽ, വരുന്ന സീസണിൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് മറ്റിടങ്ങൾ തേടും എന്നുള്ളത് വാർത്തകൾ വന്നത്. ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത് സഞ്ജു സാംസൺ ഉറപ്പായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് പോലെയോ കൊൽക്കത്ത പോലെയോ അല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസ് പോലെയുള്ള മുൻനിര IPL ടീമുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഒരു മുൻനിര IPL ടീമിൻ്റെ ഭാഗമായി കളിക്കാത്തതാണ് അദ്ദേഹത്തിന് തുടർച്ചയായി ഇന്ത്യൻ ടീമിൽ പരിഗണന കിട്ടാത്തതിൻ്റെ കാരണം. മുൻനിര IPL ടീമുകളിൽ കളിച്ചിരുന്നെങ്കിൽ നിരുപാധികമായി സഞ്ജുവിനെ എല്ലാ ഫോർമാറ്റുകളിലേക്കും പരിഗണിക്കപ്പെടേണ്ടതാണ്. സഞ്ജു ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ 2020 മത്സരങ്ങളിൽ മാത്രമാണ് സജീവമായി പങ്കെടുക്കുന്നത്. ഏകദിനങ്ങളിൽ വന്നും പോയും നിൽക്കുന്നു എന്നുള്ളതാണ് സഞ്ജുവിൻ്റെ അവസ്ഥ. ഒരു ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സെഞ്ചുറി അടക്കം നേടിയിട്ട് പോലും അദ്ദേഹത്തിന് ഏകദിന ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ രോഹിത് ശർമ്മ ഇനി എത്ര കാലം ടീമിനോടൊപ്പം ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. രോഹിത് ശർമ്മ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സഞ്ജുവിന് അവസരം ലഭിക്കുമായിരിക്കും. എങ്കിലും സഞ്ജുവിൻ്റെ വിലപ്പെട്ട സമയം അപ്പോഴും പാഴാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ IPL ടീമിൻ്റെ ഒരു മുൻനിര IPL ടീമിൽ സഞ്ജു കളിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തുടർന്നുള്ള പോക്കിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇനി ഇപ്പോൾ സഞ്ജുവിന് 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. കൂടിപ്പോയാൽ ഒരു 5-6 വർഷവും കൂടി സഞ്ജുവിന് അദ്ദേഹത്തിൻ്റെ പ്രതാപത്തിൽ കളിക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ പ്രൈം പീരീഡിൽ നിൽക്കുമ്പോൾ തന്നെ കരിയറിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. അതെല്ലാം കൂടി ചേർത്ത് വായിച്ചാണ് സഞ്ജു രാജസ്ഥാൻ വിട്ട് മറ്റൊരു ടീമിൽ എത്തിപ്പെടും എന്നുള്ള വാർത്തകൾ വന്ന. സഞ്ജു തീർച്ചയായിട്ടും മുൻപ് ഡൽഹി ഡെയർ ഡെവിൾസിന് വേണ്ടി, അതായത് ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസായ പഴയ ഡൽഹി ഡെയർ ഡെവിൾസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അത് പ്രത്യേക ഒരു സാഹചര്യത്തിലാണ്. രാജസ്ഥാൻ റോയൽസിന് 2 സീസണുകളിൽ വിലക്ക് നേരിട്ട ആ ഒരു സാഹചര്യത്തിലാണ് സഞ്ജു അന്ന് ഡൽഹിക്ക് വേണ്ടി കളിച്ചത്. പിന്നീട് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ രാജസ്ഥാനിലേക്ക് മടങ്ങി വരികയും ഒരു ആവേശത്തോടെ സഞ്ജുവിനെ ലേലം വിളിച്ച് ടീമിൽ എടുക്കുകയും ചെയ്ത ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച മറ്റൊരു ടീമിൽ കളിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാര്യം ഡൽഹിയുമായി അദ്ദേഹത്തിന് ഡൽഹിയിൽ കളിച്ചുള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് രാജസ്ഥാനുമായിട്ടുള്ള ആത്മബന്ധം വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്ന സംഗതി തന്നെയാണ്. സഞ്ജുവിൻ്റെ നിലവിലുള്ള പുരോഗതിക്ക്, കരിയറിൻ്റെ മെച്ചപ്പെട്ട രീതിക്ക് അത് അത്യാവശ്യമാണ് താനും. ഇനി സഞ്ജുവിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് കാത്തിരിക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീം മാനേജ്മെൻറ്റും മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായിട്ടും അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള വാർത്ത യാഥാർത്ഥ്യമാണെങ്കിൽ ഒരു പക്ഷേ സഞ്ജു ടീം മാനേജ്മെൻറ്റിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് തന്നെ വിടുതൽ ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന വെച്ചാൽ ഒരു പക്ഷേ ടീം മാനേജ്മെൻറ്റ് അത് അംഗീകരിക്കുകയാണെങ്കിൽ സഞ്ജുവിന് മറ്റേതെങ്കിലും ഒരു ടീമിൽ ഇനി അവസരം തുറന്നേക്കും. അതൊരു പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാകും. കാരണം MS ധോണിക്ക് പകരം അവർ മറ്റൊരാളെ തേടുന്നുണ്ട്. ധോണിക്ക് പകരം അവർക്ക് ഉചിതമായ ഒരു റീപ്ലേസ്മെൻറ്റ് തീർച്ചയായും അത് സഞ്ജു സാംസൺ തന്നെയാണ്. അതുമാത്രമല്ല അവർക്ക് ഒരു ഓപ്പണറുടെയും അഭാവം നിഴലിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ സഞ്ജുവിനെ കിട്ടിയാൽ പലതുണ്ട് മെച്ചം. ഒരു വിക്കറ്റ് കീപ്പർ ആകും, ഒരു ക്യാപ്റ്റനാകും, മികച്ച ഒരു ഓപ്പണറാകും, മികച്ച ഒരു ബാറ്ററേയും കൂടി ചെന്നൈ സൂപ്പർ കിങ്സിന് കിട്ടും. അതുമാത്രമല്ല കേരളം വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കളിക്കാരനാണ് സഞ്ജു സാംസൺ. കേരളം മാത്രമല്ല, ഈ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ലോകത്തുള്ള എല്ലാവരും തന്നെ സഞ്ജു സാംസണെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിപണി മൂല്യവും പ്രധാനമാണ്. ചെന്നൈ പോലുള്ളൊരു ടീമിൽ വളരെ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു കളിക്കാരനെ തീർച്ചയായും അവരുടെ ടീമിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് രാജസ്ഥാൻ റോയൽസ് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി സഞ്ജു സാംസൺ ഇനി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്.